പ്രിയപ്പെട്ട പൊന്നാനിയിലെ സഹോദരി സഹോദരന്മാരെ, മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്റെ ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരിടം പൊന്നാനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാന പദ്ധതികൾ, ഒന്ന് പൊന്നാനി തീരദേശത്തിന്റെ കടൽഭിത്തിയാണ്. അത് കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെയുള്ള 8ലധികം കിലോമീറ്റർ വരുന്ന തീരദേശത്തെ കടൽഭിത്തി, അത് ചെല്ലാനം മോഡൽ കടൽഭിത്തി എന്നൊരു വലിയ പദ്ധതിയാണ്. അത് നബാർഡ് പോലുള്ള ഏജൻസികളുടെ വായ്പയോടുകൂടി മാത്രം പൂർത്തിയാവാൻ ഇടയുള്ളൊരു പദ്ധതിയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ. അപ്പോൾ അത് കൃത്യമായിട്ട് ബജറ്റിൽ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 3 കോടി രൂപ ടോക്കൺ കടൽഭിത്തിക്ക് അനുവദിക്കുകയും ബാക്കി തുക നബാർഡിൽ നിന്ന് സമാഹരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് ആ വലിയ പദ്ധതി, അത് ശതകോടികളുടെ പദ്ധതിയാണ്, അത് നമുക്ക് പൂർത്തിയാകാനുള്ള ഒരു മാർഗം തെളിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ അവിശ്രമം ആ പദ്ധതി പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത നാളുകളിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട്. രണ്ടാമതായിട്ട്, പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ ഒരു ചരിത്രവും പൈതൃകവും പൗരാണികതയും പശ്ചാത്തലവും പാരമ്പര്യവും ഒക്കെ ഇനി ലോകം മുഴുവൻ ചർച്ചയാവാൻ പോവുകയാണ്. ആ പദ്ധതിയാണ് മലബാർ തിണ്ടീസ് കൾച്ചറൽ ബിനാലെ എന്ന് പദ്ധതി. അത് പൊന്നാനിയിൽ നടക്കുകയാണ്. കൊച്ചിൻ ബിനാലയ്ക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി നടക്കുന്ന, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് കേരളത്തിൽ നടക്കുന്ന ബിനാലെയാണ് പൊന്നാനി ബിനാലെ. അത് മലബാർ തിണ്ടീസ് ബിനാലെ ആണ്. തീർച്ചയായിട്ടും മലബാറിൽ പൊന്നാനിക്കുള്ള സഹസ്രാബ്ദങ്ങളുടെ ചരിത്രപരമായ ഇടം, അതിനോട് കേരളം നീതി ചെയ്യുകയാണ് ഈ മഹത്തായ പ്രഖ്യാപനത്തിലൂടെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പൊന്നാനി കളരിയും സൈനുദ്ദീൻ മഖ്ദൂംമാരും ഉമർ ഖാളിയും ഒക്കെ ഇനി വലിയ തോതിൽ അനുസ്മരിക്കപ്പെടും. അതുപോലെ തന്നെ പൊന്നാനിയുടെ മാരിടൈം ഹിസ്റ്ററി ഉണ്ട്. കടലോരത്തിന് ഒരു നിർമ്മാണവും അതിനു മുമ്പ് കുഞ്ഞാലിമരക്കാരുടെ നേവൽ ബേസ് ആസ്ഥാനവും ഒക്കെ ആയിരുന്ന ഒരു കാലഘട്ടം, ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിന് പൊന്നാനി വിധേയമായ കാലഘട്ടം, ഒരു പോർട്ടുഗീസ് കാലഘട്ടം, അങ്ങനെ പൊന്നാനിയുടെ ഒരു സഹസ്രാബ്ദത്തിന്റെ സാംസ്കാരിക പൈതൃകമാണ് ഇനി ലോകം മുഴുവൻ വിനിമയം ചെയ്യപ്പെടുന്നത്. അത്തരത്തിലൊരു ബിനാലെ ആണ് പൊന്നാനിക്ക് വേണ്ടി ഔദ്യോഗികമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആദ്യ ബിനാലെ നമുക്ക് മാസങ്ങൾക്കുള്ളിൽ നടത്തിയെടുക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ പൊന്നാനിയൻ കൾച്ചർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനെയൊക്കെ സമീപിച്ച് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. തുടർന്ന് നിരവധിയായ സൂക്ഷ്മ പദ്ധതികൾ വേറെയുണ്ട്. അത് ബജറ്റ് വിശദാംശങ്ങളിൽ ലഭ്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ പരാമർശ വിധേയമായ കേരളത്തിലെ സുപ്രധാനമായ ചുരുക്കം വിരലെണ്ണാവുന്ന പദ്ധതികളിലെ 2 പ്രധാനപ്പെട്ട പൊന്നാനിയൻ പദ്ധതികൾ ആണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് ഒത്തൊരുമിച്ച് ഇവയൊക്കെ സാധ്യമാക്കാൻ, അത് സാധ്യമാവുന്ന ഇടം വരെ ഒരുമിച്ച് നീങ്ങാമെന്ന പ്രത്യാശ ഒരിക്കൽ കൂടി നിങ്ങളോട് പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.